ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഹരിഹര വീര മല്ലു. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രailer മലയാളം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം. സാധാരണ ഇങ്ങനെ ഈ സമയത്ത് വരുമെന്ന് പറയും, പക്ഷെ മലയാളം നമുക്ക് ആദ്യമേ കിട്ടാറില്ല. തെലുങ്ക് കിട്ടിയിട്ട് പിന്നെ പഠിക്കണം. എന്തായാലും പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഹരിഹര വീരമല്ലു സിനിമ ജൂലൈ 24-നാണ് റിലീസിനെത്തുന്നത്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി കേട്ടോ. നമ്മുടെ ദുൽഖറിൻ്റെ വേഫർ ഫിലിംസ് ആണ് ഇത് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് എന്തായാലും മിക്കവാറും എത്തിയേക്കാം. അതായത് പവൻ കല്യാണിന്റെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്നല്ല, നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സിനിമ എന്നുള്ളതല്ല, ഇവിടെയൊക്കെ റിലീസിന് എത്തിയേക്കാം എന്നുള്ളതാണ്. കേരളത്തിൽ ആ ഒരു ലെവലുള്ളൂ. ഓക്കെ, എന്തായാലും കൃഷ് ജഗർലമുടിയും പിന്നെ ജ്യോതി ശങ്കറും സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കൃഷ് ജഗർലമുടിന്റെ സ്റ്റോറിയിൽ കൃഷ് ജഗർലമുടി തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത്. ഓക്കെ, ഔറംഗസീബായിട്ട് നമ്മുടെ ബോബി ഡിയോൾ. ഓക്കെ, ഇത്രയും പോരാ ഡീറ്റെയിൽസ്? ധാരാളം. 3 മിനിറ്റിന്റെ ട്രailer കാണാം. ഓക്കെ. ഹിന്ദുവായി ജീവിക്കുവാൻ നികുതി അടയ്ക്കേണ്ടിയിരുന്ന സമയം, ഈ രാജ്യത്തിന്റെ കഷ്ടപ്പാടുകൾ രാജാവിന്റെ കാൽ കീഴിൽ ചവിട്ടിയരയ്ക്കപ്പെട്ടിരുന്ന സമയം, ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ ഉയർച്ചയ്ക്കായി പ്രകൃതി പോലും കാത്തിരിക്കുന്ന സമയം. ഗോൽക്കൊണ്ടയിൽ നിന്ന് 8-ാമൻ പുറപ്പെട്ടിരിക്കുന്നു. ദില്ലിയുടെ മണ്ണിൽ അവൻ കാലുകുത്തരുത്. ഇത് പ്രകൃതി ധർമ്മത്തിന്റെ സിംഹാസനമോ മരണശാസനമോ? ഈ ഭൂമിയിലുള്ളത് ഒരേ ഒരു കോഹിനൂറാണ്. അതിങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ശക്തമായ ഒരു ആയുധം ആവശ്യമാണ്. ആടിനെ തിന്നുന്ന പുലികളെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ഇപ്പൊ ആ പുലികളെ വേട്ടയാടുന്ന വേട്ടക്കാരനെ കണ്ടോളൂ. എനിക്കിവിടെ ജീവിതം അസാധ്യമായിരിക്കുന്നു. എന്നെയും കൊണ്ടുപോകാമോ? ലക്ഷ്മിയുടെ പഞ്ചമി അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണം അല്ലേ? ഞാനിവിടെ വരാതിരിക്കാൻ ഒരുപാട് പേര് ദൈവത്തോട് പ്രാർത്ഥിച്ചതല്ലേ, പക്ഷെ ആ ദൈവത്തിന് പോലും എന്നെ തടയാനായില്ല. കേൾക്കണം, വീരമല്ലു പറയുന്നത് കേൾക്കണം. നിങ്ങളാ വെരിവേശന്റെ മാതുലിനല്ലേ? ഹിന്ദുസ്ഥാന മുകളിൽ പവിത്രമായ നമ്മുടെ പതാക പാറിയിരിക്കണം. പ്രകൃതിക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട് ഔറംഗസീബ്. ഇത് വന്യമൃഗങ്ങൾ വിന്യസിക്കുന്ന സ്ഥലമാണ്. കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഓക്കെ, മലയാളം ഡബ്ബ് വളരെ മോശം. മലയാളം കാണുമ്പോ തന്നെ ഇത് അതിനകത്ത് ആള് ചിലപ്പോ തമിഴൊക്കെ കണ്ട കിടിലൻ ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിരിക്കും, തെലുങ്കൊക്കെ നല്ല കിടിലൻ ഡയലോഗ് ഡെലിവറി ആയിരിക്കും. മലയാളത്തിലേക്ക് വരുമ്പോ സൗണ്ട് വേറൊരു വഴിക്ക്, അതാ പറഞ്ഞേ, സൗണ്ട് വേറൊരു വഴിക്ക്, ആളുടെ ആക്ഷൻസും അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷനും ഒക്കെ വേറൊരു വഴി. ഒരു മാച്ചിങ്ങും ഇല്ലാത്ത ഡബിങ് വരുന്ന മലയാളത്തിലാണ് സത്യമായിട്ടും. എന്തായാലും സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് 24-ാം തീയതി അറിയാം. നമുക്കൊന്നും ഇത് കണ്ടിട്ട് പറയാൻ പറ്റുന്നില്ല. മേക്കിങ്ങിന്റെ അല്ലെങ്കിൽ ആ കുറെ ഒരു കാലഘട്ടം കാണിച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുണ്ട് കേട്ടോ.
അത് കറക്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു മുഗൾ സ്റ്റൈലും ആ ഒരു ടച്ചും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔറംഗസീബിന്റെ എൻട്രി ഔറംഗസീബിന്റെ ഒരു ഫുൾ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ സുറുമയൊക്കെ ഇട്ടിട്ടുള്ള സമയത്ത് അങ്ങനെ ടൈറ്റ് ഫ്രെയിം വെച്ചിട്ട് ഡയലോഗും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മലയാളം മോശമായിട്ട് തോന്നിയില്ല. ആളുടെ ഭാഗം അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പുറത്തോട്ട് ചിന്തിക്കുമ്പോ ഇപ്പുറത്ത് എന്തൊക്കെയോ കുറവുകളുണ്ട്. അതായത് സംഭവം ആ ഇത് വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ അടിയിലൂടെ ഓടുന്ന സാധനമൊക്കെ അല്ലേ, ആ സമയത്ത് റണ്ണിങ്ങിനൊക്കെ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യും. അത് അതിന്റെ മുന്നത്തെ ഒരു ഇതിനകത്തുണ്ട്. ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്തേ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂലി പിടിച്ച പോലെ ഒരു സംഭവം, മടിയുള്ളത് പോലെ ഫീൽ ചെയ്യും. ഒരു ബോഡി ലാംഗ്വേജിൽ ആക്റ്റീവ് അല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് കിട്ടുന്നത്, ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനത്തെ ഫൈറ്റുകളിലൊക്കെ ശരിക്കും ഭയങ്കര പവറായിരിക്കും ആള് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ. അങ്ങനത്തെ ഒരു പവർ ഇല്ല. ഇനി ആൾ അതിനേക്കാട്ടും വലിയ പവറുള്ള ആളായതുകൊണ്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലേ, അത് ഭയങ്കരമായിട്ട് പവറുള്ള ഇവരുടെ അടുത്ത് നിന്ന് ഇത്രയും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സാധനമായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. അതെന്തായാലും ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴാണ് പ്രശ്നമുള്ളത്. എന്താണെങ്കിലും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ആളുടെ ആ കോസ്റ്റ്യൂമിലും ആ ഒരു ഹെയർ സ്റ്റൈലിലും കോസ്റ്റ്യൂം, അത് സാധാരണ ഒരു നോർമൽ ഒരു മനുഷ്യന്റെ അതേപോലെ തന്നെ ആയിപ്പോയി. ഇങ്ങനത്തെ ഒരു സംഭവത്തിനൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന കേട്ടോ, നമ്മൾ ഇങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ആൾക്ക് ചേരുന്ന രീതിയിൽ ഒരു കോസ്റ്റ്യൂം ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ, ഒന്നുകൂടി അടിപൊളിയായാണ്. ഇത് കോസ്റ്റ്യൂം ഒരു സുഖമെല്ലാം പോകുന്നുണ്ട്. പിന്നെ ആൾക്കുള്ള ഈ ബോഡി ലാംഗ്വേജ്, അതായത് എനർജി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ തീരെ ഭയങ്കര പവർ ഫീൽ ചെയ്യുന്നില്ല. സാധാരണ എല്ലാത്തിലും ഭയങ്കര പവർ, ഓവർ പവർ ഉണ്ടാവും. അതെ, ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേര് കൂടി അങ്ങനത്തെ ഒരു സാധനമാണ്. വീരമല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വരുമ്പോ ആ ഒരു വീരത്വം, അതാണ് വീരമല്ലുവിനെ പേടിക്കണം എന്ന് പറയുന്ന സാധനം. അത് ആ ഒരു പേര് തന്നെ ഉണ്ട്, ഒരു വീരത്വം, അങ്ങനത്തെ ഒരു സാധനം കാണിക്കേണ്ടത്. അത് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാണിക്കുമ്പോ. അതായത് ഈ മുഗൾ വംശത്തിനെതിരെ പോരാടുന്ന ഒരു യോദ്ധാവാണ്. അതെ, അതും ഒറ്റയ്ക്കാണ് വരുന്നത്. വലിയ പടയായിട്ട് നടക്കുന്ന ഒരാളല്ല, ഒറ്റക്കുള്ള ഒരാളാ. അപ്പൊ ആ ഒരു എനർജിയും ആ ഒരു തീ ഫീൽ വരണം. അത് ആ ഒരു ശരീരഭാഷയിലും കൂടി വരണം. ബോഡി ലാംഗ്വേജിൽ സംസാരിക്കുന്നിടത്ത് ഞാൻ ഭയങ്കരനാണെന്ന് പറയുന്നതിലല്ലോ, കുറച്ച് ബോഡിയിലും കൂടി അതിന്റെ ഒരു എഫക്ട് കാണണ്ടേ. ആ സാധനം കാണുന്നില്ല, ഭയങ്കര മിസ്സിംഗ് ആണത്. ഒരു അവശത, സത്യം. അത്ര പറയാം. ചിലപ്പോ പ്രായത്തിന്റെ ആയിരിക്കും. പ്രായത്തിന്റെ അല്ല, ആളിതിനു മുൻപ് ചെയ്ത് ഈ പവർ പാക്ക് സംഭവങ്ങളിലൊക്കെ അതൊരു സത്യം ഇടുന്ന ആളാ, കുറച്ച് കൂടുതൽ വരുന്ന ആളാണ്. എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും അങ്ങനത്തെ ഒരാള്. ഇതിൽ കുറഞ്ഞു പോയി, അത് നീ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒതുക്കി നിർത്തിയതാണോ? എന്നാലും നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം, അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല വർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് നമ്മളിപ്പോൾ വിശ്വസിക്കണ്ട, സിനിമ വരട്ടെ എന്നുള്ളൊരു. പക്ഷെ ട്രെയിലറിൽ സംഗതി കുഴപ്പമില്ല. ആ യുദ്ധത്തിന്റെയും ആ കപ്പലിന്റെയും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിനിമ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അടുത്ത രാമായണ വരുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. വന്നിട്ടുണ്ടാവും ചിലപ്പോ, എത്തിണ്ടാവൂലേ, നോക്കട്ടെ.